പശ്ചിമേഷ്യയിലെ സംഘർഷഭൂമിയിൽ ഒമാന്റെ തീരത്തിന് സമീപം അമേരിക്ക കപ്പലിന് നേരെ നടത്തിയ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാരാണ് കൊല്ലപ്പെട്ടത്. പലാവു പതാക വഹിച്ചിരുന്ന ഈ കപ്പലിൽ 28 ജീവനക്കാരുണ്ടായിരുന്നുവെന്നും അവരിൽ 24 പേർ ഇന്ത്യക്കാരാണെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഒമാനി തുറമുഖമായ സോഹാറിൽ നിന്ന് ഏകദേശം 20 നോട്ടിക്കൽ മൈൽ വടക്ക് കിഴക്കായി സഞ്ചരിക്കുമ്പോഴാണ് ആക്രമണത്തെക്കുറിച്ച് സന്ദേശം അയച്ചത്. 21 ഇന്ത്യക്കാരെ ഈ കപ്പലിൽ നിന്ന് രക്ഷിച്ചിരുന്നു. ഡെക്ക് കേഡറ്റായ ആദിത്യ ശർമ്മ, എഞ്ചിൻ ഫിറ്റർ ശിവാനന്ദ് ചൗരസ്യ, ചീഫ് എഞ്ചിനീയർ പട്നാല സുരേഷ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. MT സെറ്റബെല്ലോ എന്ന കപ്പലാണ് അമേരിക്കൻ സേനയുടെ ആക്രമണത്തിന് ഇരയായത്. അമേരിക്കൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട തന്റെ മകൻ ഡെക്ക് കേഡറ്റ് ആദിത്യ ശർമ്മ അവസാന ഫോൺ വിളിയിൽ സംസാരിച്ചത് ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധികളെ കുറിച്ചാണെന്ന് പറയുകയാണ് പിതാവായ രാജേഷ് ശർമ്മ. കാണാതായ 3 ഇന്ത്യൻ നാവികരും കൊല്ലപ്പെട്ടതായ സ്ഥിരീകരണം പുറത്തുവന്ന ശേഷം ദേശീയ മാധ്യമത്തോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജൂൺ 9-ന് MT സെറ്റബെല്ലോ എന്ന കപ്പലിന് നേരെ ആക്രമണം ഉണ്ടാകുന്നതിന് മുൻപുള്ള ഞായറാഴ്ചയാണ് ആദിത്യ തന്റെ പിതാവ് രാജേഷ് ശർമ്മയെ അവസാനമായി വിളിക്കുന്നത്. അമേരിക്കൻ ഉപരോധത്തെ തുടർന്ന് കപ്പലിലെ സാഹചര്യം അതീവ ഗുരുതരമാണെന്നും കഴിഞ്ഞ 2 ആഴ്ചക്കിടെ അമേരിക്കൻ നാവികസേനയിൽ നിന്ന് 2 തവണ മുന്നറിയിപ്പുകൾ ലഭിച്ചതായും ആദിത്യ ആ സമയം പറഞ്ഞിരുന്നു. ഈ മുന്നറിയിപ്പുകൾ നിലനിൽക്കെ തന്നെ കപ്പൽ ഹോർമുസ് കടലിടുക്കിലേക്ക് നീങ്ങാൻ ശ്രമിക്കുകയാണെന്ന വിവരവും ആദിത്യ അന്ന് പറഞ്ഞിരുന്നു. തങ്ങളുടെ കപ്പലിന് അടുത്തുണ്ടായിരുന്ന മറ്റൊരു കപ്പൽ ആക്രമിക്കപ്പെട്ടുവെന്നും എന്നാൽ അതിലെ ജീവനക്കാരെ എല്ലാം തന്നെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയെന്നും ആദിത്യ അന്ന് പറഞ്ഞിരുന്നു. തന്നെ ഓർത്ത് ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞ് കുടുംബത്തെ ആശ്വസിപ്പിച്ചിരുന്നുവെന്നും പിതാവ് പറയുന്നു. ആദിത്യയെ കൂടാതെ മറ്റ് 2 നാവികർ കൂടി മരണപ്പെട്ട വാർത്ത തനിക്ക് താങ്ങാനാവുന്നില്ലെന്നും അവരെല്ലാം തന്റെ മക്കളെ പോലെ ആയിരുന്നുവെന്നും രാജേഷ് ശർമ്മ പറയുന്നു. ഹിമാചൽ പ്രദേശിലെ ഹമീർപൂർ സ്വദേശിയായ ആദിത്യ ചെന്നൈയിലെയും ഗ്ലാസ്ഗോയിലെയും പഠനത്തിന് ശേഷം ഈ കഴിഞ്ഞ നവംബറിലാണ് ചരക്ക് കപ്പലിൽ ജോലിയിൽ പ്രവേശിക്കുന്നത്. മെയ് മാസത്തിൽ ജോലി പൂർത്തിയാക്കി മടങ്ങാനിരുന്ന മകൻ പിന്നീട് 2 മാസത്തെ കൂടി കാലാവധി നീട്ടുകയായിരുന്നുവെന്നാണ് പിതാവ് പറയുന്നത്. 23-കാരനായ തന്റെ മകന്റെ മരണത്തിൽ ആകെ തകർന്നിരിക്കുകയാണ് രാജേഷ് ശർമ്മ എന്ന പിതാവ്. എന്നാൽ ഇപ്പോൾ പലരും വിരൽ ചൂണ്ടുന്നത് 2023 ഒക്ടോബറിൽ ഇസ്രയേൽ പലസ്തീൻ യുദ്ധം നടക്കുമ്പോൾ രാജേഷ് ശർമ്മ എക്സിൽ കുറിച്ച ഒരു പോസ്റ്റിലേക്കാണ്. ഗാസയെ മുഴുവൻ എത്നിക് ക്ലീൻസിംഗ് ചെയ്ത് മുസ്ലിങ്ങൾ ഇല്ലാത്ത പ്രദേശമാക്കണം, അതാണ് സമാധാനത്തിനുള്ള ഏക മാർഗം എന്നാണ് അദ്ദേഹം അന്ന് എഴുതിയത്. അതായത് ആ പ്രദേശം വംശഹത്യ ചെയ്ത് ശുദ്ധീകരിക്കണം എന്നായിരുന്നു രാജേഷ് ശർമ്മ പറഞ്ഞത്. ഇപ്പോൾ പഴയ കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് അദ്ദേഹത്തെ കൂടുതൽ വേദനിപ്പിക്കാൻ ഉദ്ദേശമില്ലെങ്കിലും ലക്ഷക്കണക്കിന് നിരപരാധികൾ അല്ലെങ്കിൽ സാധാരണക്കാർ കൊല്ലപ്പെടുമ്പോൾ മനുഷ്യത്വം ഇല്ലാതെ സംസാരിക്കരുത് എന്നൊരു ഉപദേശമാണ് സൈബർ ലോകം അദ്ദേഹത്തിന് നൽകുന്നത്. അന്യദേശത്തെ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീഴുമ്പോൾ അത് ഒരു വിജയമായി കണ്ട് ഒരിക്കലും ആഘോഷിക്കരുത്. നമ്മുടെ ജീവിതത്തിന് ഒരു വിചിത്രമായ സ്വഭാവമുണ്ട്. അവരുടെ വേദന നമ്മൾ കണ്ടില്ലെന്ന് നടിച്ചാലും അതിനെ പരിഹസിക്കാൻ നിൽക്കരുത്. കാരണം ആ വേദന നമ്മളെ തേടിയും ഒരു നാൾ എത്തിയേക്കാം. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധത്തിന്റെ ആ ക്രൂരമായ മുഖം അദ്ദേഹം നേരിൽ കാണുകയാണ്. ഇസ്രായേലിന് വേണ്ടി ഒരു കൂട്ടം നിരായുധരായ ജനങ്ങളെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞ ആളിപ്പോൾ ഇസ്രായേലിന്റെ ഉറ്റ തോഴനായ അമേരിക്കയുടെ ആക്രമണത്തിൽ സ്വന്തം മകനെ നഷ്ടപ്പെട്ട ഒരു അച്ഛനായി മാറിയിരിക്കുകയാണ്. ആ വേദനയിൽ നിന്നും കരകയറാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് മാത്രം പറയും. ഗാസയിലെ മരിച്ചു വീണ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ ഏറെ വൈകിയാണെങ്കിലും അദ്ദേഹത്തിന്റെ ചെവികളിൽ ഇപ്പോൾ മുഴങ്ങുന്നുണ്ടാകും. മരണവും ദുരന്തവും നമ്മൾ ഒരിക്കലും ആഘോഷിക്കരുത് എന്ന കാര്യം എല്ലാവരും തന്നെ മനസ്സിലാക്കേണ്ട ഒന്നാണ്.